കാസർഗോഡ് വയോധികയും കൈക്കുഞ്ഞും അടങ്ങുന്ന കുടുംബത്തെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട് കേരള ബാങ്ക്. നീലേശ്വരം പരപ്പച്ചാൽ സ്വദേശി ജാനകിയെയും കുടുംബത്തെയുമാണ് ഇറക്കിവിട്ടത്. കഴിഞ്ഞ ദിവസം ഇവർ ആശുപത്രിയിൽ പോയ സമയത്താണ് കേരള ബാങ്ക് അധികൃതർ വീട് പൂട്ടി സീൽ ചെയ്തത്. അനഘ ഹർഷൻ ചേരുന്ന വിവരങ്ങളുമായി. അനഘ, അതെന്തൊരു പ്രവൃത്തിയാണ്, എന്താ സംഭവിച്ചത്? വീണ, കണ്ണില്ലാത്ത ക്രൂരതയാണ് കേരള ബാങ്ക് വയോധികയായ ജാനകിയോടും കുടുംബത്തോടും കാണിച്ചിരിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുകൊണ്ട്, അതായത് വീട്ടുകാർ വീട്ടിലില്ലാത്ത സമയത്താണ് ഈ കേരള ബാങ്ക് വീട്ടിലെത്തുകയും ജപ്തി നടപടി നടത്തുകയും ചെയ്തത്. ഒടുവിൽ ഇവർ ജാനകിയുടെ അസുഖവുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയതായിരുന്നു. മടങ്ങി വന്ന സമയത്താണ് ഈ വീട് പൂട്ടി കേരള ബാങ്ക് പോകുന്നത് കാണുന്നത്. ഇവരുടെ വീട്ടിനുള്ളിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വലിച്ചു വാരി പുറത്തിട്ട സ്ഥിതിയിലായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് പുറത്തേക്ക്, അതായത് തെരുവിലേക്ക് ഒരു കുടുംബത്തെ തള്ളിയിടുന്ന രീതിയാണ് കേരള ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ജാനകിയും കുടുംബവും അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ തെരുവിലാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. 2013 ഈ ജാനകി വീടും സ്ഥലവും വെച്ചുകൊണ്ട് കേരള ബാങ്കിൽ നിന്ന് 2 ലക്ഷം രൂപ ലോൺ എടുക്കുന്നത്. പിന്നീട് ഇവർക്ക് പല കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ തുക തിരിച്ചടയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. അങ്ങനെയാണ് ഇപ്പോൾ ആ തുക 6 ലക്ഷം വരെ എത്തിയത്. പലിശയും പിഴപ്പലിശയും ഒക്കെയായി 6 ലക്ഷം രൂപയിലേക്ക് എത്തിയത്. ഇതടയ്ക്കാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് കേരള ബാങ്ക് വീട്ടിലെത്തുകയും ജപ്തി നടപടി നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. കാരണം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു, ഈ ഈടായി വീടാണ് വെച്ചിരുന്നെങ്കിൽ ജപ്തി നടപടി ഉണ്ടാകാൻ പാടില്ല എന്ന് സഹകരണ സംഘങ്ങളോട് പറയും, സഹകരണ സ്ഥാപനങ്ങളോട് പറയും എന്ന് ഈ മുഖ്യമന്ത്രി വലിയ ആർജവത്തോടെ പറഞ്ഞിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായി നമുക്ക് കാണാൻ കഴിയും, പലപ്പോഴും അത് ാതെ എല്ലാവരെയും വീട്ടിൽ നിന്ന് ഇത്തരത്തിൽ ജപ്തി നടപടിയുമായി സഹകരണ സ്ഥാപനങ്ങൾ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഈ 3ഉം 7ഉം വയസ്സുള്ള കൈക്കുഞ്ഞുമായി ഒരു വയോധിക ജാനകിയും കുടുംബവുമാണ് ഇപ്പോൾ തെരുവിൽ നിൽക്കുന്നത്. കൃത്യമായി തന്നെ ഈ ജാനകിയുടെ മകന് ജോലിക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. തെങ്ങ് കയറ്റ തൊഴിലാളിയായിരുന്നു. പിന്നീട് ഒരു തവണ ഇതിൽ തെങ്ങ് കയറുന്ന സമയത്ത് വീണ് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് ഈ അടവ് മുടങ്ങിയത്. പക്ഷേ എങ്കിൽ പോലും ആ കുടുംബം കേരള ബാങ്കിനോട് ചോദിക്കുന്നത് തങ്ങൾക്ക് കുറച്ച് സാവകാശം വേണം. എങ്കിൽ തങ്ങൾ ഈ അതായത് കേരള ബാങ്കുമായി സംസാരിച്ച സമയത്ത് ഈ 6 ലക്ഷം രൂപ തുക അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ പോലും 2.5 ലക്ഷം രൂപ അടച്ചാൽ മതി എന്ന ഒരു നീക്കത്തിലേക്ക് എത്തിയിരുന്നു. പക്ഷെ ആ തുക ഞങ്ങൾ അടയ്ക്കാമെന്നാണ് ഈ കുടുംബം പറയുന്നത്. പക്ഷെ ആ കുടുംബത്തിന് അതിന് ചില സാവകാശം വേണം. ആ സാവകാശമാണ് കേരള ബാങ്കിനോട് ചോദിക്കുന്നത്. അതുപോലും നൽകാതെ കണ്ണില്ലാത്ത ക്രൂരത, അത് തന്നെയാണ് കേരള ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആ കുടുംബം ഇന്നലെ രാത്രി മുഴുവൻ ആ 3ഉം 7ഉം വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങളടങ്ങുന്ന ആ വയോധികയും കുടുംബവും ഇന്നലെ ഒരു രാത്രി ചിലവഴിച്ചത് വീടിന്റെ വരാന്തയിൽ ആയിരുന്നു എന്നതാണ്. ഇതൊക്കെ നടക്കുന്നത് കേരളത്തിലാണ് എന്നതാണ് നമുക്ക് എടുത്ത് പറയേണ്ടത്. എന്തായാലും ഇപ്പോഴും ആ കുടുംബം എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോഴും ഉള്ളത്. ബാങ്കിന്റെ കനിവിനായി കാത്തിരിക്കുകയാണ് ആ കുടുംബം. വീണ, ഓക്കെ, ശരി അനഘ.